ഈ വണ്ടിയുടെ ഡിക്കിക്കകത്തൊരു സാധനമുണ്ട്. ഞങ്ങൾ ആക്ച്വലി ചൂണ്ടയിടാൻ വേണ്ടി പോയതാണ്. പക്ഷേ നോർമലായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഡിക്കി എന്തെങ്കിലും കിളിയോ മീനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ ഡിക്കി തുറന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. ഓപ്പൺ ചെയ്യല്ലേ? ഓക്കെ. മമ്മിക്ക് ഇവിടെ മണം വന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ബാ പുറത്തേക്ക് പോകും. ദേ എല്ലാവരും ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തു നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ചാക്ക് ഞാൻ തുറക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ഈ ചാക്ക് തുറക്കുന്നതിന് എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് മാത്രം ഇത് എന്താണ് സംഭവം എന്നും ഇത് എന്നാണെന്നും പോയി കണ്ടിട്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ സമയം അപ്പോൾ 12:05. നമ്മളിപ്പോൾ ചെല്ലാനം ഫിഷിംഗ് ഹാർബറിലാണ്. നമ്മൾ നൈറ്റ് ഫിഷിങ്ങിന് വന്നതാണ് കേട്ടോ. രാത്രിയിൽ അടിക്കുന്ന കുറേ അടിപൊളി മീനുകളുണ്ട്. അതായത് അങ്ങനെ അടിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഹെവി മീനായിരിക്കും. ചെമ്പല്ലി, കാളാഞ്ചി, ഈ രണ്ട് സാധനത്തിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ പിടിക്കാത്തൊരു മീനാണ് ശരിക്കും പറഞ്ഞാൽ കാളാഞ്ചി. അപ്പോൾ എനിക്ക് കാളാഞ്ചി പിടിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം നോക്കിയതുണ്ടോ? അപ്പോൾ നമ്മൾ കല്ലേ കൂടെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കണത് നിറച്ച് പാറ്റയൊക്കെയാണ് കേട്ടോ. ഇതുകൊണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ കല്ലിൻ്റെ നേരെ അങ്ങേ അറ്റത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മീൻ കിട്ടുവാണെങ്കിൽ എൻ്റെ ചൂണ്ടയിടിയിൽ ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. കാര്യം ഞാൻ ഇത്രയും നാൾ കാളാഞ്ചി പിടിക്കാൻ വന്നിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സമയം 12:05 ആയതേ ഉള്ളൂ. നമ്മൾ രാത്രിയിൽ മീൻ പിടിക്കും, വെളുപ്പിനെ മീൻ പിടിക്കും. അപ്പോൾ ഒരു കാളാഞ്ചിയെങ്കിലും നമ്മുടെ ചൂണ്ടയിൽ അടിക്കാതിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന പകുതി ആൾക്കാർക്കും എനിക്ക് തോന്നുന്നില്ല കാളാഞ്ചി അല്ലെങ്കിൽ ബരാമുണ്ടി എന്ന് പറയുന്ന മീൻ ഏതാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആ മീനിനെ പിടിച്ച് ഫ്രഷ് ആയിട്ട് കാണിച്ച് അതുകൂടാതെ നമ്മൾ അതിനെ കറിയോ വറുത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ പുലിമുട്ടിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ യൂസ് ചെയ്യുന്ന റോഡും റെയിലും പറഞ്ഞുതരാം. പെൻ ഡെറ്റനേറ്റർ 8 ഫീറ്റ്, ഷിമാനോ സെഡോണ C5000 XE ആണ്. നമ്മളൊരു 70 mm ഫ്ലൂറോ കാർബൺ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഷ്രിമ്പാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഗൈസ് നിങ്ങൾ ഇന്ന് കാളാഞ്ചീനെ കാണിച്ചു തരാൻ പറ്റുമല്ലോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങി പോവാണ്. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടിടുന്ന സമയത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മീൻ ഓടാനുള്ള ചാൻസ് ഉണ്ട്. മീൻ കിട്ടുമല്ലോ നോക്കാം. മീൻ കിട്ടി കഴിയുമ്പോൾ ലൈറ്റ് ഓൺ ആക്കാം. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഓൺ ആക്കാൻ വേണ്ടി നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്തിരുന്നു കേട്ടോ. അടിപൊളി മീൻ കല്ലിനടക്കാണ്. ചെമ്പല്ലിയാ മീൻ പൊങ്ങി മീൻ കല്ലിനടക്കി എറിയുവാണേ. അങ്ങോട്ട് വെട്ടടിച്ച് ഇങ്ങോട്ട് വെട്ടടിച്ച് മീന പൊങ്ങി ചെമ്പല്ലി നൈസ് ഒരു ചെമ്പല്ലിയാണ് കേട്ടോ. നമ്മളായിട്ട് ഇച്ചിരി വട്ടം കറക്കിയെങ്കിൽ പോലും ആ ഹുക്ക് കയറിയൊക്കെ നോക്കി. ഹുക്ക് ജസ്റ്റ് മിസ്സാണേ. സേഫായിട്ട് എവിടെയെങ്കിലും വെക്കട്ടെ. നമുക്ക് വേണം തൂക്കി നോക്കാം. തൂക്കി നോക്കുന്നതിന് മുമ്പ് ജിനോച്ച ബാഗ് എടുത്തു. ജിനോച്ച പൊളി 7ാമത്തെ സ്ട്രൈക്ക് കയറിയ മീനാണ് കേട്ടോ. സേഫായി. ഞാൻ നിങ്ങളെ മീനെ വൃത്തിക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല പെട്ടയ്ക്കുന്ന കടലിലെ ചെമ്പല്ലി കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ മീനിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇവൻ ഹൈലി പ്രൊഡേറ്ററാണ്. വാ കണ്ടോ. അപ്പം ചെമ്മീൻ, ഞണ്ട്, കുഞ്ഞു മീനുകളൊക്കെയാണ് ഇവൻ കഴിക്കുന്നത്. കണ്ടോ എൻ്റെ ഭംഗി നോക്കി. ഇവൻ്റെ മുള്ളൊക്കെ കണ്ടോ. ഗൈസ് എൻ്റെ കൈ മുള്ള് കയറി. മുള്ള് കണ്ടോന്ന് പറയുമ്പോൾ തന്നെ മുള്ള് കയറി. ഞാനിപ്പോൾ വെയിറ്റ് എടുക്കുന്നില്ല. നമുക്ക് 1 or 2 പുറകെ കിട്ടുമോ നോക്കട്ടെ. അതിനുശേഷം നമുക്ക് വെയിറ്റ് എടുക്കാം. കാളാഞ്ചി പിടിക്കാൻ വന്നിട്ട് ആദ്യം കിട്ടിയത് ചെമ്പല്ലിയാണ്. നോട്ട് ബാഡ്. അപ്പോൾ ലക്ഷ്യം കാളാഞ്ചി തന്നെ. കാളാഞ്ചി പിടിക്കാനുള്ള നമ്മുടെ ലക്ഷ്യത്തിന് ഇടയ്ക്ക് കിട്ടുന്ന എല്ലാ മീനും നമ്മൾ പിടിക്കും. ലൈറ്റ് ഓഫ് ചെയ്തോ. ആ മീന ചെറിയ എന്തോ ആണ്. എനിക്ക് തോന്നുന്നത് ചെറിയ കറുപ്പാന്ന് തോന്നുന്നു. അല്ല ചെമ്പല്ലി. അടിപൊളി. പാടാ നമ്മൾ മാറിയതേ ഉള്ളൂ. അടുത്ത സ്ട്രൈക്ക് 2ാമത്തെ ചെമ്പല്ലി കേട്ടോ. കാണിച്ചു തരാം. ഗ്രിപ്പർ എന്തി അത്രയും സൈസ് ഇല്ലെങ്കിൽ പോലും റീസണബിൾ സൈസാണ്. ഇന്ന് മമ്മിയും പപ്പയും ചേച്ചി എല്ലാവരും ഞെട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മുടെ 2ാമത്തെ ചെമ്പല്ലി നമ്മൾ മറ്റതിനെ പിടിച്ചിട്ട് പുറകെ കാസ്റ്റ് ചെയ്തോളൂ ഗൈസ്. ഇന്ന് എന്തൊക്കെ മീനാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഫിഷിങ് കാളാഞ്ചി തന്നെ. അതിന് മുമ്പ് എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ് നിങ്ങൾ ചുമ്മാ ഒന്ന് ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് ഇന്ന് എത്ര മീൻ കിട്ടുമെന്ന് കേട്ടോ. നമ്മൾ 2 മണിക്കൂറോടെ ഫിഷിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ലൈറ്റ് ഓഫ് ചെയ്തോ. അടിപൊളി. ഞാൻ ഇറങ്ങി പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണത്തില്ല. ഞാൻ എക്സ്ട്രീംലി കെയർഫുള്ളാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ എന്നാൽ ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഒരു പുലിമുട്ടിൻ്റെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ പുലിമുട്ടിനോട് ചേർന്ന് കല്ലിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ലൂറ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ലിനിടയ്ക്കൊക്കെ ഇരിക്കുന്ന കുഞ്ഞു മീനുകളെ പിടിക്കാനായിട്ട് ചെമ്പല്ലി, കറുപ്പ്, കാളാഞ്ചി പോലെയുള്ള മീനുകൾ വരും. അപ്പം അതുങ്ങളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സ്പെഷ്യലി നമ്മുടെ കാളാഞ്ചി. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കാളാഞ്ചി പിടിക്കണം. മീനാണേ. അടുത്തടിച്ചിരിക്കുകയാണ്. ചെമ്പല്ലിയാണ്. ചെമ്പല്ലി. അയ്യോ അവൻ്റെ വയറേലാണ് കയറിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചെമ്പല്ലീനെ ഹുക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. അതായത്
ചെമ്പല്ലിയുടെ വയറയിലാണ് കയറിയിരിക്കുന്നത്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇത്രയും നാൾ ചൂണ്ടിടാൻ പോയിട്ട് നമ്മൾ ചെറിയ മീനിനെയൊക്കെ വയറയിൽ ഹുക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ പൊളി. അവൻ ആദ്യം സ്ട്രൈക്ക് ചെയ്ത മീനാണ്, പക്ഷെ അതിനുശേഷം പുള്ളി ഹുക്കപ്പ് ആയിരിക്കുന്നത് വയറയിലാണ്. എൻ്റെ പൊന്നെ, ഇന്ന് ഞാൻ ചെമ്പല്ലി ബിരിയാണി വെക്കും. ഇതുണ്ട് ഇവൻ്റെ ഒരു സ്പീഡ് കണ്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ മീൻ എങ്ങനെ വൈറ്റ് ഹുക്ക് ആയിരുന്നല്ലേ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൂറിങ് വരുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഇതിനെ വെട്ടിയിട്ട് അങ്ങ് തിരിഞ്ഞു പോകും. ഇത് വന്ന വഴിക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ ആ തിരിയുന്ന സമയത്ത് ഹുക്ക് സ്ട്രൈക്ക് ആയില്ലെങ്കിൽ പോലും ഇതിൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും കയറി സ്ട്രൈക്ക് ആവും. അങ്ങനെയാണ് ഈ മീൻ സ്ട്രൈക്ക് ആയിരിക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ചെമ്പല്ലിയാണ് കേട്ടോ. നല്ല സുന്ദര കുട്ടപ്പൻ. ലക്ഷ്യം കാളാഞ്ചി തന്നെ. അപ്പോൾ നമ്മൾ അടുത്ത മീൻ ലക്ഷ്യമാക്കി പോകണേ. ലൈറ്റ് ഓഫ് ചെയ്തോ. ഓക്കെ, എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് മീനൊന്നും കിട്ടിയില്ല. ജിനോചാച്ചൻ ഓഫീസിൽ കയറേണ്ടതുകൊണ്ട് മാത്രം നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മൾ വീട്ടിൽ ചെന്ന് മീനിനെ കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ മീനിനെ കാണിക്കുന്ന നിങ്ങൾ കാണാൻ വേണ്ടി പോകണം. ഇപ്പോൾ ജിനോചിൻ്റെ പുറകിൽ ഒരു ബാഗ് കിടക്കുന്നുണ്ട്. ബാഗ് ഓപ്പൺ ചെയ്ത് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ. ഇത് താഴെ ഓപ്പൺ ചെയ്യും, കാണിച്ചില്ല. നിങ്ങൾ കാണേണ്ട സാധനം ഉണ്ട് ജിനോചാരത്തില്ലേ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് മീൻ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അത് തുറക്ക്, ബാഗ് തുറക്ക്, ഒരു മിനിറ്റ്. ഓപ്പൺ ചെയ്യ്. ബോണ്ടാ വിശന്നിട്ട് ഒരു രക്ഷയില്ല. വിശന്നിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. 4 മണിക്ക് എണീറ്റാണ്. ഇത് 4 മണിക്കല്ല, ഇന്നലെ 2 മണി 2:30 ആയപ്പോഴേക്കും കിടന്നു. 4 മണിയായപ്പോൾ എണീറ്റാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിച്ച് നേരെ വീട്ടിൽ പോയതിനു ശേഷമാണ് ചാക്ക് തുറക്കാൻ വേണ്ടി പോകുന്നത്. ആര് തുറക്കുന്നത്? പേടിയില്ലാത്തവർ ചാടി പുറത്തേക്ക് എടുക്ക്. ആ കൂടലിട്ട് വെക്ക്. നമ്മുടെ വീടിന്റെ അടുക്കളയുടെ പണി നടക്കുവാണ്. അടുക്കളയിലോട്ട് കയറാൻ പറ്റത്തില്ല. 3 ചെമ്പല്ലി. അമ്മ ഇതിനകത്ത് 6 എണ്ണം മിസ്സായിപ്പോയി. ഒരു 6 എണ്ണം മിസ്സായത് നമ്മൾ അടുത്ത ദിവസം പിടിക്കുന്നുണ്ട്. നമ്മൾ കാളാഞ്ചി കിട്ടുന്നിടം വരെ നമ്മളെ പരിപാടി നിർത്തത്തില്ല. നമ്മൾ കാളാഞ്ചിക്ക് വേണ്ടി തന്നെ പോയിരിക്കും. അപ്പോൾ നമുക്കിനി എന്താണെങ്കിലും മീനിനെ വെട്ടാം കേട്ടോ. വെട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യുന്നതെന്ന്. മീനൊക്കെ അങ്ങനെ അത്യാവശ്യം വെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മമ്മി ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇത് കണ്ടോ, ഒരു നാരങ്ങ കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മീനയിലോട്ട് ഈ നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് ചേർക്കും കേട്ടോ. അതിനുശേഷം ആ മീനയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇടുവേ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മീനെ നൊരച്ച് കഴിയുമ്പോൾ മീനയിലുള്ള ഉളുമ്പും അതുപോലെ നമ്മൾ കണ്ടല്ലോ ബ്ലഡൊക്കെ ക്ലോട്ട് ആയിട്ടിരിക്കുന്നത്, അതെല്ലാം പോയി മീൻ നല്ല വൃത്തിയാകും. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ചെമ്പല്ലീനെ നല്ല മുഴുവനെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്. വാലൊന്നും നമ്മളൊരു ഭംഗിക്ക് വേണ്ടി കളഞ്ഞിട്ടില്ല. മീൻ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മീനിനെ അടുപ്പിച്ച് വരയാൻ വേണ്ടി പോവാണേ. അങ്ങനെ മമ്മി മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിയിട്ടുണ്ട്. മമ്മിയുടെ മീൻ വെട്ടി ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മസാലയാണ്, സിമ്പിൾ ആയിട്ടുള്ള മസാലയാണോ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. പിന്നെ ഗൈസ്, ഞാൻ വലിയൊരു കാര്യം കാണിച്ചു തരാം. മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അടുക്കള ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ അടുക്കള ചെയ്തിട്ടുണ്ട് അല്ലേ മമ്മി? ഇപ്പം പുതിയ മോഡേൺ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേ? മമ്മി പഴയതാണെങ്കിലും അടുക്കള പുതിയതാണല്ലോ. ആദ്യമേ നമ്മുടെ മിക്സിയിലോട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി, പിന്നെ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ഒരു നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വലിയ മീനായതുകൊണ്ട് നമ്മൾ ഒരു നാരങ്ങ മൊത്തമായിട്ട് അങ്ങ് പിഴിയുവാണ് കേട്ടോ. ഇതുണ്ടോ. പിന്നെ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക്, അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഈ മിക്സി അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല കുരുമുളകിൻ്റെ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും എല്ലാം സ്മെല്ല് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ വരഞ്ഞു വെച്ചിരിക്കുന്ന മീനയിലോട്ട് അങ്ങ് തേക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് കണ്ടോ.
അങ്ങനെ മീനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് വെച്ചിട്ട് മീൻ ഇരിക്കണം കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എത്ര നേരം വെക്കണം, എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യണം മീൻ വറക്കാനായിട്ട്? 1/2 മണിക്കൂർ. അപ്പോൾ 1/2 മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ ഈ മീനിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പാൻ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇതേ അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടല്ലോ, മീൻ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. നമ്മൾ എണ്ണയൊക്കെ ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒരു 20-25 മിനിറ്റ് എടുക്കും ഈ മീൻ ഫ്രൈ ആയി വരാനായിട്ട്. നമ്മൾ ഇതിനെ വലിയ കാര്യമായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് എണ്ണയൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ച് ഗൈസ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കുള്ള നമ്മുടെ മീനിൻ്റെ അവസ്ഥയാണ്. ഇത് കണ്ടോ, ഈ അടുക്കള മൊത്തം നല്ല ചെമ്പല്ലി വറുത്തതിൻ്റെ മണമാണ്. ഇത് കണ്ടോ, ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ നമ്മൾ മറിച്ചിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിനെ മറിക്കുന്ന ഒരു ഇച്ചിരി ടാസ്ക് ആണ്. ഇത് കണ്ടോണേ, നമ്മുടെ മീൻ അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് മതി. 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചെമ്പല്ലി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആവും. അങ്ങനെ ഫ്രൈ ആയി കഴിയുമ്പോഴേക്കാണ് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് എല്ലാവരും കൂടി ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്പല്ലി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അടുക്കളയിൽ ഫുള്ള് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവനെ മമ്മി ഒരു വാഴയിലയിൽ കുറച്ച് സവോളയും നാരങ്ങ കട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മുടെ ചെമ്പല്ലി എല്ലാം റെഡി ആയിട്ടുണ്ട്. മമ്മിയാണ് ചെമ്പല്ലി എടുത്തോണ്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, മമ്മി എടുത്തു. എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇതിൽ സ്മെല്ല് അടിച്ചിട്ടേ ഓരോരുത്തർക്ക് സ്മെല്ല് അങ്ങോട്ട് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. സ്മെല്ല് വരാത്തവർക്ക് ഞങ്ങളിത് റിയൽ മീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നടുക്കോട്ട് പോയി കാരണവന്മാരെടുത്ത് കൊണ്ട് വെക്കേണ്ടത്. അങ്കിള് മണം കേട്ട് മടുത്തുന്നു. ഓക്കെ, അങ്ങനെ കഴിക്കാം. കഴിച്ചു സംസാരിച്ച് തീർക്കാൻ സമയമില്ല. നിങ്ങൾ ആരെങ്കിലും കഴിച്ചു, എല്ലാരും കഴിച്ചു. ഞാൻ മാത്രമേ കഴിക്കാത്തുള്ളൂ കേട്ടോ. ബാക്കി ഇവിടെ എല്ലാരും എടുക്കുന്നുണ്ട്. ചെറിയ പീസ് എടുത്താൽ കൈ കൊള്ളും. ചെമ്പല്ലീനെ മാന്തി എടുക്കുവാണ് കേട്ടോ. മണം പോലെ തന്നെ ടേസ്റ്റിയാണ്. ഞങ്ങളൊന്നും പറയാം, ആ മണം പോലെ തന്നെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ. പറഞ്ഞോ, നല്ല ഫ്ലഷിയാ മീൻ. നല്ല ടേസ്റ്റാ, നല്ല അടിപൊളി ടേസ്റ്റാ. ഞാൻ ഒന്നും കൂടി എടുക്കട്ടെ. പൊളിയോട്ടോ, അടിപൊളിയാ. ഇവിടെ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന മീൻ കട്ടോണ്ട് പോകുന്ന ഇഷ്ടപ്പെട്ടോ? എനിക്ക് തരാൻ വേണ്ടി പോകണം. മമ്മി ആസ് യൂഷ്വൽ എന്റെ ഫേവറേറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ബെറ്റർ അല്ലേ? ഒരു സൈഡ് തീർന്നു. ഇതുണ്ടോ, ഞാൻ ഇവരുടെ വീഡിയോ എടുത്തോണ്ടിരുന്ന ഗ്യാപ്പില് ഒരു സൈഡ് ചെമ്പല് തീർന്നിട്ടുണ്ട്. അയ്യോ, വീഡിയോ എടുത്ത് ശരിയായില്ല. എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യണം. സാധാരണ ഒന്ന് എണീക്കണോ വേണമെന്ന് ആലോചിക്കുന്ന മൂളിയാൻ എണീക്കുന്ന ഇതേ കണ്ടല്ലോ, ഇച്ചിരി ഇച്ചിരി ചെമ്പല്ലി ഇങ്ങനെ എടുത്തിട്ട് ഇച്ചിരി സവോള എടുത്ത് വെച്ചിട്ട് കണ്ടത് കണ്ടോ. അപ്പൊ നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. ഞാൻ വരും, ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. അയ്യോ, ഒരു വർഷം തീർന്നു ഗൈസ്. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ചെന്ന് ചെമ്പല്ലി തീർക്കട്ടെ. ഞാൻ സൂപ്പർ ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം കഴിച്ചതിന് ശേഷം നേരെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ മമ്മീനെ പെപ്പനെ മീനും കാണിക്കുന്നത് കേട്ടോ. അല്ല രാജാ, കാളാഞ്ചി. അയ്യോ, മീൻ കിട്ടാതിരിക്കുമ്പോൾ ഒരു ചെമ്പല്ലിയെങ്കിലും കിട്ടിയാൽ മതി എന്നാണ്. മീൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാളാഞ്ചി. അഹങ്കാരം കഴിച്ചു, അഹങ്കാരം. മീൻ നമ്മൾ എന്നാ ചെയ്യുന്നത്? കറി വെക്കുവാണോ, വെട്ടുവാണോ, വറക്കുവാണോ? എല്ലാം ചെയ്യാനുള്ള സാധനമുണ്ട്. Yeah.